സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പ്രസ്താവനയാണ് എങ്കിലും അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പരസ്യം സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട മനുഷ്യരാണ്. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പരസ്യം സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട മനുഷ്യരാണ്. ദ ഗ്രേറ്റസ്റ്റ് കൊമേഴ്ഷ്യൽ ഫോർ ദ ഗോസ്പൽ ഈസ് പീപ്പിൾ ഹു ആർ ചേഞ്ച്ഡ് ബൈ ദ ഗോസ്പൽ. ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ രൂപാന്തരം വന്ന മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? നിങ്ങളുടെ അറിവിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സുവിശേഷ രൂപാന്തരം വരുത്തി എന്ന് പറയാൻ കഴിയുന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? അപ്പോസ്തലനായ പൗലോസ് എന്നാ പറയുക അല്ലേ? അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും അധികം രൂപാന്തരം പ്രാപിച്ച മനുഷ്യൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പൗലോസിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനസാന്തരമാണ് ഇന്ന് നമ്മളുടെ ചിന്താവിഷയം. അദ്ദേഹത്തിൻ്റെ മാനസാന്തരമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അതിനായിട്ട് ഞാൻ നിങ്ങളെ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 9-ാമത്തെ അധ്യായം. അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളെ ഞാൻ വായിക്കുന്നുള്ളൂ. അതിന് ശേഷമുള്ള വാക്യങ്ങൾ അടുത്ത പ്രസംഗമായിട്ട് ഞാൻ പറഞ്ഞോളാം. ബിക്കോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരം പുതിയ നിയമത്തിലെ അതിപ്രാധാന്യമേറിയ ഒരു സംഭവമാണ്. ഇതിന് പ്രാധാന്യമുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? അത് ഞാൻ പറയാം. ഈ മാനസാന്തരത്തെക്കുറിച്ച് 3 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരമാണ്. 4 സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ 3 ഇടങ്ങളിൽ ഈ മാനസാന്തരം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 22-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിലാണ് ആദ്യ ഭാഗം, ആദ്യ പ്രസ്താവന. 22-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തന്നെ വാക്കുകളിൽ തൻ്റെ സാക്ഷ്യം പറയുന്നു. പിന്നീട് 26-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇതേ സാക്ഷ്യം തന്നെ പൗലോസ് പറയുന്നു. സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റിമണി, അല്ലെങ്കിൽ ബൈബിളിലെ അതിപ്രധാനമായ ഒരു സംഭവമാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാനതൊന്ന് വായിക്കാം, അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം. എന്നാൽ ശൗൽ, എന്നാൽ എന്നുള്ള വാക്ക് വേണം കേട്ടോ, അത് മലയാള പരിഭാഷക്കാർ വിട്ടുകളഞ്ഞു, ശരിയല്ല. എന്നാൽ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് എന്നല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറെ
ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അത്ഭുതകരമായി അവിടുന്ന് രക്ഷിച്ച ഈ ദൈവ മനുഷ്യൻ്റെ ചരിത്രം ഞങ്ങളുടെ ജീവിതങ്ങളെ പിടിച്ചുലയ്ക്കട്ടെ. കർത്താവിങ്കിലേക്ക് അതിശ്രദ്ധയോടെ തിരിയുവാൻ അവിടുത്തെ വചനം ഞങ്ങളെ നിർബന്ധിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഈ വചനത്തെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് വിശദീകരിച്ച് തരണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ ബൈബിള് ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുകയാണ് എങ്കിൽ 8-ാമത്തെ അധ്യായത്തിൽ, നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ പൗലോസിനെ ഒരു മിന്നായം പോലെ നമുക്ക് കാണാം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ ആളുകൾ അവരുടെ വസ്ത്രം ശൗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പാദപീഠത്തിൽ വെച്ചു എന്ന ഒരു പ്രസ്താവനയുണ്ട്. പിന്നെ 8-ാമത്തെ അധ്യായത്തിൽ അവനെ കൊന്നത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ശൗല് ദൈവസഭയ്ക്ക് ചെയ്ത ഉപദ്രവത്തെക്കുറിച്ച് 4 വാക്യങ്ങളിൽ ലൂക്കോസ് പറയുന്നുണ്ട്. പിന്നെ ശൗലിനെ വിട്ടിട്ട് ഫിലിപ്പോസ് ശമരിയിൽ ചെയ്ത വേല, അതിനുശേഷം എത്യോപ്യനായിരിക്കുന്ന ഷണ്ഡൻ്റെ മാനസാന്തരം, ഈ 2 കാര്യങ്ങളാണ് ലൂക്കോസ് നമ്മളോട് പറയുന്നത്. അതിനുശേഷമാണ് വീണ്ടും ലൂക്കോസ് മടങ്ങി വന്ന് പറയുന്നത് എന്നാൽ ശൗൽ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് വേദശാസ്ത്രത്തിൽ പറയും ഒരു സാൻഡ്വിച്ചാണെന്ന് പറയും. സാൻഡ്വിച്ച് അറിയാമല്ലോ അല്ലേ? 2 കഷണം ബ്രെഡ്, അതിൻ്റെ നടുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വയ്ക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ വയ്ക്കണം. പീനട്ട് ബട്ടർ ആണെങ്കിൽ പീനട്ട് ബട്ടർ ജെല്ലി സാൻഡ്വിച്ച് എന്ന് നിങ്ങൾ പറയുക. അപ്പം ഈ 2 ബ്രെഡിനിടയിൽ വയ്ക്കുന്ന സാധനം. അപ്പോൾ 2 ബ്രെഡെന്ന് പറയുന്നത് ശൗലാണ്. ശൗല് കർത്താവിനെ സഭയെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ സാൻഡ്വിച്ചിൻ്റെ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീണ്ടും പൗലോസിലേക്ക് അല്ലെങ്കിൽ ശൗലിലേക്ക് മടങ്ങി വരികയാണ്. അപ്പം അതുകൊണ്ട് ഒരു സാൻഡ്വിച്ചിൻ്റെ രുചി നിർണ്ണയിക്കുന്നത് എന്താ? അതിന് നടുക്കുള്ള സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ ഈ 8-ാമത്തെ അധ്യായത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നിങ്ങൾ ചിന്തിക്കണം. കാരണം അത് ചിന്തിക്കണം എന്നുള്ള പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ലൂക്കോസ് ആ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ സാൻഡ്വിച്ചിനകത്ത് പൗലോസ് പറയുന്ന നമ്മളുടെ എത്യോപ്യക്കാരനായ ഷണ്ഡൻ്റെ മാനസാന്തരം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനുഷ്യൻ്റെ മാനസാന്തരത്തെ സംബന്ധിച്ച്, രക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് 2 വശങ്ങൾ ഉണ്ട്. അത് വളരെ മനോഹരമായിട്ട് ലൂക്കോസ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ഭാഗം എന്നത് മനുഷ്യർക്ക് സുവിശേഷത്തോടുള്ള പ്രതികരണം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയാം അല്ലേ? അതാണ് അതിൻ്റെ ഒരു ഭാഗം. മറ്റേ ഭാഗം എന്ന് പറയുന്നത് ദൈവം എങ്ങനെ രക്ഷ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് അതിനായിട്ട് നമ്മളെ ഒരുക്കുന്നു എന്നുള്ള കാര്യമാണ് 2-ാമത്തെ ഭാഗം. അല്ലെങ്കിൽ സോവറിറ്റി ഓഫ് ഗോഡ് ഓൺ വൺ സൈഡ് ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഓൺ ദി അതർ. നിങ്ങൾ 8-ാമത്തെ അധ്യായം ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ എന്താ പറയുന്നത്. ഷണ്ഡൻ്റെ മാനസാന്തരം, അതിൽ ഏത് ഭാഗത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്? അത് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഷണ്ഡൻ അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ്. അദ്ദേഹം ദൈവത്തെ ആരാധിക്കാനായിട്ട് താല്പര്യത്തോടുകൂടെ യെരുശലേമിലേക്ക് ദേവാലയത്തിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ ദൈവവചനവും ദൈവത്തിൻ്റെ പരിപാടികളുമൊക്കെ അറിയണം എന്നൊരാഗ്രഹം വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ ഒരു ചുരുള് സ്വന്തമാക്കി. അതിനുശേഷം അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്.
തേരിലിരുന്ന് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററാണ് കേട്ടോ. അപ്പം നാട്ടിൽ ചെല്ലുമ്പം ബാക്കി ജോലിയൊക്കെ ബാക്കിയുണ്ട് ഇല്ലയോ, അതൊക്കെ ഒന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അതല്ല പുള്ളിയുടെ ശ്രദ്ധ. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഫിലിപ്പോസ് തൻ്റെ തേരിനോട് അടുത്ത് വരുന്നത്. അവിടെ അദ്ദേഹം ഫിലിപ്പോസ് ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോനെ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? ആരെങ്കിലും ഒന്ന് വിശദീകരിച്ച് തരാതെ ഗ്രഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് തേരിൽ ഇദ്ദേഹത്തോടു കൂടെ ഷണ്ണനോടുകൂടെ കയറിയിരുന്നു. അതൊക്കെ വിവരിച്ചു കൊടുത്തു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതാണോ സുവിശേഷം? എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നു. ഇനി സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ ഫിലിപ്പോസിനെ കണ്ടില്ല. അദ്ദേഹത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അസ്തോദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഗാസയും അസ്തോദും തമ്മിൽ എന്ത് ദൂരം ഉണ്ടെന്നറിയാമോ? 35 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ഫ്ലൈറ്റ്, ഫിലിപ്പോസിന് കിട്ടിയ ഫ്ലൈറ്റ് 35 കിലോമീറ്റർ. അതല്ല രസമായിരുന്നല്ലേ? ഏതായാലും ശരി, അദ്ദേഹം അസ്തോദിൽ കിട്ടും. അപ്പോൾ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ്. ഷണ്ണൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് ശ്രദ്ധ കൊടുക്കുന്ന അതാണ്. സത്യം അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനായിട്ട് അധ്വാനിക്കുന്ന, അതിനുവേണ്ടി അധ്യാപകരെ അന്വേഷിക്കുന്ന, അത് കേൾക്കുവാൻ മനസ്സ് വയ്ക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അതാണ് ഈ ഷണ്ണൻ എന്ന് പറയുന്നയാൾ. എന്നാൽ ശൗല് കാര്യം വ്യത്യാസപ്പെട്ടു കേട്ടോ. ഇവിടെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശൗലിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതം, രക്ഷിക്കപ്പെടുന്ന BC ഡേയ്സ് എന്ന് പറയല്ലേ, ബിഫോർ ക്രൈസ്റ്റ്, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നെ, എന്തോ മനുഷ്യനാ വയൽ കൂടിയ ആളാ. അപ്പം ഞാൻ പറയാം, അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നിഷ്ഠൂരനായ മനുഷ്യൻ. ഞാൻ മുൻപേ ബ്ലാസ്ഫീമർ, ഞാൻ ദൂഷകനും നിഷ്ഠൂരനുമായിരുന്നു. പറയാം, കണ്ണിച്ചോരയില്ലാത്തൊരു മനുഷ്യൻ. അതാണ് പൗലോസിൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. അതാണ്, ഒരു കനിവുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു, എന്നാൽ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. നിങ്ങൾ എത്ര പ്രാവശ്യം ശ്വസിക്കും? ആഴ്ചയിൽ ഒരിക്കലല്ലേ? അതോ എത്ര? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ്? ഡോക്ടർമാരും എല്ലാം കൊണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞില്ലയോ? ഏതായാലും ഒരു 10-40 പ്രാവശ്യമെങ്കിലും ഇല്ലയോ? അതിൽ കൂടുതലുണ്ടെന്ന് തോന്നില്ലയോ? ഒരു മിനിറ്റിൽ ശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യനെ സംബന്ധിച്ച് ദൈവസഭയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് വല്ലപ്പോഴും ഉള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം പോലെ അത്രമാത്രം തീവ്രമായ രീതിയിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ച ഒരു ദുഷ്ടനായ മനുഷ്യൻ, ക്രൂരനായ മനുഷ്യൻ, നിഷ്ഠൂരനായ മനുഷ്യൻ, അതാണ് പൗലോസ്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ തുലനപ്പെടുത്തുകയാണെങ്കിൽ ബിൻ ലാഡൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഏതാണ്ട് ആ ഒരു ആകാരം, അത്രയും വലിപ്പമുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ, എങ്കിലും ആ ഒരു രീതിയാണ്. തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ നശിപ്പിക്കുന്നതിന് എന്തു മാർഗം ഉപയോഗിക്കുവാൻ മടിയില്ലാത്ത, അതിന് മനസ്സ് വെച്ച ഒരു മനുഷ്യനാണ് ഈ ശൗല് എന്ന് പറയുന്നയാൾ. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഭീഷണിയും കൊലയും നിശ്ചു. അപ്പം അദ്ദേഹം പിന്നീട് തൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, അവരെ കൊല ചെയ്യുന്നതിന് ഞാൻ സമ്മതം കൊടുത്തു. അത് ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ സ്തേഫാനോസിനെ മാത്രമല്ല കൊന്നത് കേട്ടോ, ഒരു പക്ഷേ പലരെയും കൊല ചെയ്തു. അതിന് നേതൃത്വം കൊടുത്തത് അപ്പസ്തലനായ പൗലോസാണ്. എന്നാൽ അവരുടെ ചരിത്രം ലൂക്കോസ് രേഖപ്പെടുത്തിയില്ല. സ്തേഫാനോസിൻ്റെ മരണത്തെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ഇവിടെ ലൂക്കോസ് പറയുന്നുള്ളൂ. എന്നാൽ അദ്ദേഹം പറഞ്ഞ ബഹുവചനത്തിലാണ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സഭയെ മുടിക്കാനായിട്ട് തീരുമാനിച്ച, അവരെ കൊല ചെയ്യാനായിട്ട് മനസ്സ് വെച്ച, അതിനായിട്ട് അധ്വാനിച്ച, അതിനുവേണ്ടി കൊല ചെയ്ത,
നിഷ്ഠൂരനായ, ക്രൂരനായ, കാഠിന്യഹൃദയനായ, കണ്ണിൽ ചോരയില്ലാത്ത ഒരു നിഷ്ഠൂരനായ മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നത്. ആ നിലയിലാണ് ലൂക്കോസും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരാരുമില്ല കേട്ടോ. ഏത് ദുഷ്ടനെയും ഏത് കഠിനഹൃദയനെയും എത്ര ദൈവത്തിനെതിരെ നിൽക്കുന്നയാളിനെ ആണെങ്കിലും രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചാൽ അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതാണ് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. അതാണ് ഗോഡ് ക്യാൻ സേവ് എനിബഡി. ഏത് മനുഷ്യനെയും രക്ഷിക്കാനായിട്ട് കർത്താവിന് കഴിയും. ഏത് മനുഷ്യനെയും കർത്താവ് തീരുമാനിച്ചാൽ രക്ഷിക്കുകയും ചെയ്യും. പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ശൗലിനെ കുറിച്ച് പറഞ്ഞപ്പം കർത്താവിന് 2 ഓപ്ഷനായിരുന്നെന്ന് ഒരു കമൻറ്റേറ്റർ പറഞ്ഞു. എന്തായിരുന്നു ഓപ്ഷൻ? പൗലോസിനെ തട്ടിക്കളയുക, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പൗലോസിനെ രക്ഷിക്കുക. പിന്നെ പൗലോസിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു കേട്ടോ. അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പൗലോസ് തൻ്റെ സാക്ഷ്യത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. പൗലോസിനോട് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശൗലേ ശൗലേ. പൗലോസ് പേടിച്ചു പോയി. ഇവിടെ വിളിച്ചത് ഇച്ചിരി കട്ടിയായിട്ടാണ് വിളിച്ചത്. ചില പിള്ളേർ ഇങ്ങനെ വേലത്തരം കാണിക്കുമ്പം നമ്മൾ അവരുടെ പേര് വിളിക്കും. എടാ നല്ല വിളിക്കുന്നില്ലേ? അവർക്ക് വിളി കേൾക്കുമ്പോൾ അറിയാം ഇതാകപ്പാടെ കുഴപ്പത്തിൻ്റെ ഒരു ലക്ഷണമാണല്ലോ എന്ന് വെച്ച് ശൗലേ ശൗലേ എന്ന് വിളിച്ചു. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? പിന്നെ അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് മുള്ളിൻ്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് പറഞ്ഞു. മുള്ളിൻ്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് പറഞ്ഞു. ആള് വിരണ്ടുപോയി കേട്ടോ. ദൈവത്തോട് മത്സരിച്ച് ജയിക്കാൻ ആർക്കും സാധിക്കില്ല കേട്ടോ. അത് പച്ചയായ പരമാർത്ഥമാണ്. ദൈവത്തോട് മത്സരിച്ച് ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അത് പച്ചയായ പരമാർത്ഥമാണ്. എപ്പോഴാ കൂലി കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ചിലപ്പം ഉടനെ കൊടുക്കും, പലപ്പോഴും കുറേ കാലം കഴിഞ്ഞേ കൊടുക്കുള്ളൂ. മുള്ളിൻ്റെ നേരെ ഉதைക്കുന്നത് ആരായാലും, അത് മോദി ആയാലും പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിലെ യോഗിയാണെന്നെങ്കിലും ശരി, ചെവിക്ക് നുള്ളിക്കോ. ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ നേരെ നിൽക്കുന്നത് അപകടകരമാണ്. മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വിശ്വാസികൾക്കും അത് ബാധകമാണ് കേട്ടോ. തമ്പുരാനോട് ഉதைക്കരുത് കേട്ടോ. ദൈവത്തോട് മത്സരിക്കരുത്. ദൈവം പറയുന്നത് കേൾക്കണം. ദൈവത്തെ കോപിപ്പിക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കരുത്. അത് നിങ്ങൾക്ക് അപകടമാണ്. അത് എനിക്ക് അപകടമാണ്. ദൈവത്തെ ഭയപ്പെടുന്നതാണ് ഭാഗ്യം. ദൈവത്തോട് മത്സരിച്ച് ജയിക്കാൻ പറ്റുകയില്ല. മുള്ളിൻ്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം. ദൈവം ആരെയും രക്ഷിക്കാൻ തീരുമാനിച്ചാൽ ദൈവം രക്ഷിക്കും കേട്ടോ. അതാണ് ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തെ അന്വേഷിക്കുക അല്ലെ. ഒരർത്ഥത്തിൽ പൗലോസ് ചെയ്ത എല്ലാ കാര്യവും ദൈവപ്രസാദത്തിനായിട്ട് ചെയ്തു എന്നാണ് പുള്ളി വിചാരിച്ചു കേട്ടോ. തൻ്റെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന എരിവ് ഒരു പക്ഷേ തൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയ ചിന്തയെന്ന് പറയുന്ന ഫിനഹാസ് എന്ന് പറയുന്ന മനുഷ്യനായിരിക്കാം. പാപം ചെയ്ത മനുഷ്യനെ കത്തിയെടുത്ത് അവനെ കുത്തി അവൻ്റെ വയറ്റിക്കൂടെ കയറിയിട്ട് അവന് യഹോവയോടുള്ള എരിവ് നിമിത്തം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഏലിയ പ്രവാചകനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ഒരു മയവും വെച്ചില്ല. പിന്നെ ബാലിൻ്റെ പുരോഹിതന്മാരെ എല്ലാവരെയും വെട്ടിക്കൊന്നു. എന്നിട്ട് ഏലിയാവ് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി വളരെയധികം തീവ്രത കാണിച്ചിരിക്കുന്നു. അപ്പം ആ ഒരു ചിന്തയായിരിക്കാം പൗലോസിൻ്റെ ഹൃദയത്തിലുള്ളത്. ഒരു ഏലിയാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫിനഹാസിനെ പോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനും വേണ്ടി നിൽക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചതാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ആവേശം കാണിക്കുന്നതിന് മുന്നമേ നിലപാട് ദൈവഹിതപ്രകാരമാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Before you get excited, make sure that what you believe is true. നാം ഭയങ്കര ആവേശം കാണിക്കുന്നതിന് മുന്നമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിലപാട് ശരിയാക്കണം. മുസ്ലിം സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആവേശമൊക്കെ കൊള്ളാം കേട്ടോ.
പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ പറയുന്നത് അസത്യമാണ്, അത് തെറ്റാണ്, അത് അയഥാർത്ഥ്യമാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ആവേശത്തെക്കുറിച്ച് എനിക്ക് യാതൊരു വിധമായിരിക്കുന്ന പരാതിയുമില്ല. നമ്മൾ ആവേശം കാണിക്കുന്നതിന് ഒരു കാര്യം ഉറപ്പാക്കണം, നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ നിൽക്കുന്ന നമ്മുടെ നിലപാടെന്ന് പറയുന്നത് ദൈവഹിത പ്രകാരമുള്ള നിലപാടാണ്, അത് സത്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം. ഇദ്ദേഹം ഭയങ്കര ആവേശവും കാണിച്ചിട്ടു. നിഷ്ഠൂരൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കി അറിയാം. ഹുബ്രിസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഹുബ്രിസ് അത് ഇംഗ്ലീഷിലെ വാക്കല്ലേ. ഹുബ്രിസ് എന്ന് പറഞ്ഞാൽ ഈ കാഠിന്യം മാത്രമല്ല, അഹങ്കാരം. അവിശ്വാസികളുടെ നല്ല പങ്ക് ആളുകൾ അഹങ്കാരികളാ, ഇല്ലയോ? എന്തോ അഹങ്കാരം. ദൈവത്തിന് നേരെ നിൽക്കാമെന്ന് വിചാരിക്കുക. റിച്ചർഡ് ഡോക്കിൻസ്, എന്തോ അഹങ്കാരം, എൻ്റെ പൊന്നെ. ഹുബ്രിസ് അങ്ങനെ ഒരു മനുഷ്യനായിട്ടാ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ പറയാം, എൻ്റെ പ്രിയമുള്ളവരെ പറയാം, അഹങ്കരിക്കാനാണെങ്കിൽ കുറച്ച് കാരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മനുഷ്യനാണ്, ചുമ്മാ അഹങ്കരിച്ചൊന്നുമല്ല. യെരുശലേമിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ നമ്പർ 1 റാങ്ക് ഹോൾഡറാണ് അദ്ദേഹം. അന്നത്തെ ഞാൻ പറയാം ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പണ്ഡിതനായിട്ടുള്ള മനുഷ്യൻ അപ്പസ്തലനായ പൗലോസാ. ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പണ്ഡിതനായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പസ്തലനായ പൗലോസാ. അദ്ദേഹം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ മലാക്കി പ്രവചനം അവസാനത്തെ 4-ാമത്തെ അധ്യായത്തിന് അവസാന വാക്യം വരെ മനഃപ്പാഠമാക്കിയ മനുഷ്യനാണ്. He can quote the whole of the Old Testament from memory. He can do that because he learned under Gamaliel. Gamaliel എന്ന് പറയുന്ന, ഹില്ലേൽ എന്ന് പറയുന്ന പ്രസിദ്ധനായിരിക്കുന്ന യഹൂദ പണ്ഡിതൻ്റെ ശിഷ്യനായിരുന്നു ഗമാലിയേൽ. ഗമാലിയേലിൻ്റെ ഏറ്റവും കൂടിയ ശിഷ്യനാണ് പൗലോസ്. ഇനി അടുത്ത് ഹില്ലേൽ, ഗമാലിയേൽ, ശൗൽ എന്നാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം ഏറ്റവും സമർത്ഥനായ, ഏറ്റവും പാണ്ഡിത്യമുള്ള, പഴയ നിയമം അരച്ച് കലക്കി കുടിച്ച, പഴയ നിയമം നന്നായി അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഈ ശൗൽ എന്ന് പറയുന്നയാൾ. അപ്പോൾ അദ്ദേഹമാണ് ഈ ആവേശം കാണിക്കുന്നത്. നിഷ്ഠൂരനായ, എന്തിനും മനസ്സ് വയ്ക്കുന്ന. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന വാക്കുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചായിട്ട് അദ്ദേഹം പറഞ്ഞു, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ, എൻ്റെ പൊന്നെ, ഇദ്ദേഹം സ്ത്രീകളാണെന്നൊന്നും വെച്ചാൽ ഒന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. സ്ത്രീകളെ അതിൽ പിടിച്ച് കെട്ടി വലിച്ച് കൊണ്ടുവരും. അതാ പുള്ളി. അത് ഒരു കനിവുള്ളൊരു മനുഷ്യനല്ല, എന്തും ചെയ്യും. ന്യായപ്രമാണത്തിനെതിരെയാണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളെ തലയാൻ പറ്റും. അതാണ് ശൗലിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞതുകൊണ്ട് ഒന്നും പുള്ളി തൃപ്തിപ്പെടുത്തില്ല. ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. അന്നത്തെ മഹാപുരോഹിതൻ കയ്യഫാവാണ് അതോ യോസേപ്പാണോ, ഏതായാലും ശരി, മഹാപുരോഹിതൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തിൽ ചെന്നു. ഇതിന് പറഞ്ഞു, ദമസ്കോസിൽ ഈ മാർഗക്കാരായ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പേര് ദ വേ എന്നായിരുന്നു കേട്ടോ. ക്രിസ്ത്യാനികൾ എന്ന് പേര് കിട്ടുന്നതിന് മുന്നമേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരെന്തുവാ? മാർഗം, ദ വേ, വഴി. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്ക് അവർക്ക് വളരെ, ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള വഴി, ജീവനിലേക്കുള്ള വഴി, നീതിയുടെ വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഞങ്ങൾ ഈ വഴിയെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇതിനെ പറയുന്നത് മാർഗ്ഗക്കാണ്. മാർഗം കൂടിയോന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇത് മാർഗം കൂടിയൊന്നുമല്ല, ഇത് മാർഗമാണ്. ദിസ് ഇസ് ദ വേ. അപ്പം ഈ മാർഗക്കാരായ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന വല്ല മനുഷ്യരെ ഉണ്ടെങ്കിൽ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുവരണം. മഹാപുരോഹിതന് അങ്ങനെ ഒരു പ്രത്യേക അധികാരം റോമാക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. യഹൂദന്മാരെങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് നിൽക്കട്ടെ. യഹൂദന്മാരെന്നും വഴക്കാളികളാകട്ടു. അവർ മര്യാദയ്ക്ക് നിർത്താനായിട്ട് വലിയ പ്രയാസമാണ്. അപ്പോൾ റോമക്കാർക്ക് മനസ്സിലായി, ഇവന്മാരെ മര്യാദയ്ക്ക് നിർത്താനായിട്ട് കുറഞ്ഞ പക്ഷേ 2 കാര്യമെങ്കിലും ചെയ്യണം. ദേവാലയത്തിൻ്റെ പൂർണ്ണ അധികാരം യഹൂദന്മാർക്ക് കൊടുത്തു. അവിടെ എന്ത് നടന്നാലും, അവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്താലും ഇത് പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലാണ്. അതിൽ റോമാക്കാർ കൈകടത്തുകയില്ല. രണ്ടാമത് റോമാക്കാർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആരാധനാ സ്വാതന്ത്ര്യമാണ്. യഹൂദന്മാർക്ക് എവിടെയും ദൈവത്തെ ആരാധിക്കാനുള്ളതായിരിക്കുന്ന അനുവാദം അവർ കൊടുത്തു. അവിടെ ഈ മഹാപുരോഹിതന്
ആരാധന, വിവിധ ഭാഗങ്ങളിൽ ആരാധന നടത്തുന്നതായിരിക്കുന്ന യഹൂദന്മാരുടെ മേൽ ഒരു അധികാരമുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ രീതി അനുസരിച്ചല്ല ആരാധന നടത്തുന്നതെങ്കിൽ അവരുടെ മേൽ ശിക്ഷണ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ആ അധികാരം വാങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹം ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്നത്, അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, അറസ്റ്റ് ചെയ്യാനായിട്ടാണ് പോയിരിക്കുന്നത്. എന്നാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പറയാം, പോയ ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതാണ് പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രത്യേകത. ദ വൺ ഹു വെൻറ്റ് ടു അറസ്റ്റ് ഈസ് അറസ്റ്റഡ്. പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പോയ ആളാണ്. എങ്ങനെയാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോകുന്നത്? കണ്ണ് കാണാൻ വയ്യാതെ കൊച്ചു പിള്ളേരെ പിടിച്ച് നടത്തുന്ന പോലെ കൈക്ക് പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഹീസ് അറസ്റ്റഡ്. അവിടെ ആദ്യത്തെ പോയിന്റ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഏത് മനുഷ്യനെയും രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അവൻ്റെ സ്ഥിതി എന്ത് തന്നെയായി. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയാം, നിങ്ങൾ ഏത് മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോദി രക്ഷിക്കപ്പെടുവോ? രക്ഷിക്കപ്പെടുവോ? അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് പ്രാർത്ഥിച്ച പോലെ ഗുണമുണ്ടോ? ഉണ്ടെന്ന് ആർക്കറിയാം. അവസാനം മോദി ഇങ്ങനെ നിന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം. അങ്ങനെ പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? അയ്യോ, പ്രാർത്ഥിക്കുന്നേ. ഏത് യോഗി രക്ഷിക്കപ്പെടുവോ? യോഗി രക്ഷിക്കപ്പെടുവോ? രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണം. ഏത് മനുഷ്യൻ, നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്ന നിങ്ങളുടെ പ്രതിയോഗികളായിരിക്കുന്ന ആളുകൾ, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവർ രക്ഷിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഏത് മനുഷ്യനെയും രക്ഷിക്കുവാനായിട്ട് സുവിശേഷത്തിന് സാധിക്കും. ഏത് മനുഷ്യനെയും ഇദ്ദേഹത്തെക്കാളും മോശമായിട്ടുള്ള ആളിൽ കേട്ടോ. യോഗി ആദിത്യനാഥ്, പൗലോസിൻ്റെ അത്രയൊന്നും വരികയില്ല. എൻ്റെ പൊന്നെ, ഇദ്ദേഹത്തൊരു മനുഷ്യനാ. അത്രമാത്രം ക്രൂരനായ, കണ്ണിൽ ചോരയില്ലാത്ത, കഠിന ഹൃദയനായ, ദൈവമക്കളെ ഉപദ്രവിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനുഷ്യനാണ് പൗലോസ്. പൗലോസ് രക്ഷിക്കപ്പെടുമോ? ശൗല് രക്ഷിക്കപ്പെടുമെന്നേ. ദൈവം തീരുമാനിച്ചാൽ രക്ഷിക്കപ്പെടും. ഡോക്ടർ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നത് മരിച്ചുപോയി. അദ്ദേഹം ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു, അല്ലേ? ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊരു നേഴ്സ് ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന സമയത്ത് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ചോദിച്ചൊരു പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട്, നമ്പൂതിരിമാർ രക്ഷിക്കപ്പെടുമോ? രക്ഷിക്കപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെടില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടും. നിങ്ങൾ ആരോട് സുവിശേഷം പറയാനും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കണ്ട. നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ ഞങ്ങളാരും രക്ഷിക്കപ്പെടുകയല്ല ഞാൻ ചിരിക്കുക. രക്ഷിക്കപ്പെടുന്നേ, അത് രക്ഷിക്കപ്പെടും. നിങ്ങൾ സുവിശേഷം പറ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനുഷ്യൻ രക്ഷിക്കപ്പെടും. അപ്പം അതുകൊണ്ട് ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഏത് മനുഷ്യന് വേണ്ടി രക്ഷിക്കപ്പെടാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കറിയാം, ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് അവരെ രക്ഷയിലേക്ക് നയിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതിനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ദുഷ്ടന്മാരും ക്രൂരന്മാരും പ്രതീക്ഷയില്ലാത്തവരുമായിരിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ പറയാം. ദൈവത്തിന് രക്ഷിക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ ആരുമായിട്ടില്ല. ഏത് വ്യക്തിയും കർത്താവിങ്കിലേക്ക് തിരിയുവാൻ മനസ്സ് വെച്ചാൽ അവൻ രക്ഷിക്കപ്പെടാൻ സാധിക്കും. അതാണ് സുവിശേഷം. എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. ഏത് തത്വചിന്തയ്ക്കാണ് എല്ലാവരെയും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുക? എല്ലാവർക്കും പറ്റില്ല കേട്ടോ. ചില മനുഷ്യർക്ക് മാത്രം ബാധകമാണ് ഇവിടുത്തെ ലോകത്തിലെ മതങ്ങളും ഇതിലെ പ്രസ്ഥാനങ്ങളും ഒക്കെ. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയുകയില്ല. ഡാസ് കാപ്പിറ്റ അല്ലയോ നമ്മുടെ മാർക്സിൻ്റെ പ്രമാണം, അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഫിലിപ്പ് സഹോദര സാധാരണക്കാരന് പറ്റുമോ? എൻ്റെ പൊന്നെ, എന്തോ ബുദ്ധിമുട്ടാ. ഒരുപാട് പരിജ്ഞാനവും ഭയങ്കര ഭാഷാ ശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളവർക്ക് ഈ സാധനം വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവണില്ല, അത് വേറെ കാര്യം. സുവിശേഷം ഏത് മനുഷ്യനും വിശ്വസിക്കാം. സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യരും ഭയങ്കര പരിജ്ഞാനമുള്ള ആളുകൾ, ലോകത്തുള്ള ഏത് മനുഷ്യരും, ഏത് ധാർമ്മിക നിലയിലുള്ളവരും, ഏത് ബൗദ്ധിക തലത്തിലുള്ള ആളുകളും, ഏത് തലങ്ങളിലുള്ളവരാണെങ്കിലും ശരി, അവർക്കൊക്കെ രക്ഷിക്കപ്പെടാൻ സാധിക്കുമെന്ന കാര്യമാണ്
അപ്പസ്തലനായ പൗലോസിൻ്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ സർവാധികാരമാണ് പൗലോസിൻ്റെ മാനസാന്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹം ദൈവത്തെ വിളിച്ച് കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല കേട്ടോ. അദ്ദേഹം ക്രിസ്ത്യാനികൾ അപ്പസ്തലന്മാർ പറയുന്ന കാര്യം കേൾക്കാമെന്ന് വിചാരിച്ച് അവർ പറഞ്ഞത് കേട്ട ആളുമല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴേ മനുഷ്യൻ്റെ രക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതിന് വേദശാസ്ത്രത്തിലൊരു വാക്യമുണ്ട്. എന്തുവാ പറയുന്നത്? ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്ന് പറയും. ഇറസിസ്റ്റബിൾ ഗ്രേസ്. ചില ആളുകൾക്ക് ആ വാക്ക് കേൾക്കുന്ന അത്ര ഇഷ്ടമല്ല. ഇറസിസ്റ്റബിൾ ഗ്രേസ്. എൻ്റെ മോനെ, ദൈവത്തിൻ്റെ കൃപയുടെ ഈ തിരത്തള്ളൽ ഇങ്ങോട്ട് വരുമ്പോഴേ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര ഭയങ്കര കഠിന ഹൃദയനാണെങ്കിലും അവൻ്റെ ഹൃദയത്തെ അലിയിച്ച് അവൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി സുവിശേഷം സ്വീകരിക്കുവാൻ കഴിയും വിധം അവനെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും, സുവിശേഷത്തിന് കഴിയും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. When the grace of God overwhelms us, ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ കടന്നു കയറുമ്പോൾ അതിനെ എതിർത്തൊന്ന് പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. അതാണ് ദൈവം പറയുന്നത്. പൗലോസിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നടുങ്ങിപ്പോയിട്ടോ, ആൾ ആകെപ്പാടെ നടുങ്ങിപ്പോയി. The grace of God which comes to our life. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട എങ്ങനെയാണ്? ഞാൻ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് രണ്ട് കാര്യം പറയും. അതായത് ആദ്യത്തെ ഭാഗത്തിൻ്റെ പോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സർവാധികാരം എന്നത് നമ്മുടെ രക്ഷയിൽ ഏറ്റവും പ്രാധാന്യം വരുന്നതാണ്. അപ്പം പൗലോസിൻ്റെ രണ്ട് കാര്യം ഞാനിതാ പറയാൻ വന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൗലോസിൻ്റെ മാനസാന്തരം നിസ്തുല്യമാകും കേട്ടോ. പൗലോസിനെ പോലെ ആർക്കും അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു എൻകൗണ്ടർ ഒന്നും ഉണ്ടാകാൻ പോകണില്ല, അങ്ങനെ സാധിക്കില്ല. എന്നാൽ പൗലോസിൻ്റെ മാനസാന്തരത്തിലുള്ള ഒരു വശം എന്ന് പറയും നമുക്ക് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. നമ്മളുടെ സംശയത്തെ മറികടന്ന്, നമ്മളുടെ മറുതലിപ്പിനെ മറികടന്ന്, നമ്മളുടെ അവിശ്വാസത്തെ മറികടന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ ഒക്കെ മറികടന്ന് ദൈവത്തിൻ്റെ കൃപ സുവിശേഷമായി നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമ്പോഴാണ് ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ്സ് ദി അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഷണ്ണൻ്റെ മാനസാന്തരം മറന്നു കളയരുത് കേട്ടോ, അത് മറന്നു കളയരുത്. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനം പഠിക്കാൻ മനസ്സ് വയ്ക്കുന്ന, സുവിശേഷം കേൾക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്ന ആ ഒരു വശം അത് രക്ഷയുടെ ഭാഗമാണ്. എന്നാൽ അടിസ്ഥാനപരമായി പറയുമ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷയ്ക്കായിട്ട് അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും രൂപപ്പെടുത്തുന്ന അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനമാണ്. ദൈവകൃപയുടെ ഇറസിസ്റ്റബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ദ റീസൺ ഫോർ ദ സാൽവേഷൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തടയാനാവാത്ത ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് പറയണം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നന്മയും കാരണമല്ല. പൗലോസ് എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടെ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ? അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചപ്പോൾ കർത്താവിന് അദ്ദേഹത്തോട് കാണുന്നത് നത്തിങ് ഇൻ ഹ്യൂമൻ ബീയിങ്, മനുഷ്യരിലുള്ളതായിരിക്കുന്ന യാതൊരുവിധ നന്മയും നോക്കിയല്ല ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നത്. നന്മയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല മനുഷ്യരാണെന്ന് വിചാരിച്ച് അവരെ രക്ഷിക്കപ്പെടുത്താനൊക്കെ ഇല്ലയോ? അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ രക്ഷയുടെ കാരണമെന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവൃത്തിയോ അവരുടെ നന്മയോ അവരുടെ പ്രത്യേകതകളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. പൗലോസിനെ മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹത്തിന് എൻ്റെ വളരെ പറഞ്ഞാൽ the whole of Pauline theology is embedded in his conversion and his commission. ഈ അനുഭവത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ തിയോളജിയൊക്കെ രൂപപ്പെട്ടത് ഇവിടെയാണ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എനിക്ക് പ്രത്യക്ഷമാക്കി തന്നു. അവിടെ വെച്ച് ഞാൻ സുവിശേഷം മനസ്സിലാക്കി. അവിടെ വെച്ച് എനിക്ക് എൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്നൊക്കെയുള്ള കാര്യം പിന്നീട് ഗലാത്യയിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. സോ ഹിസ് തിയോളജി ഈസ് ഫോംഡ് ഇൻ ദിസ് പർട്ടിക്കുലർ എക്സ്പീരിയൻസ്. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയും, മനുഷ്യനുള്ള യാതൊരു നന്മയോ മനുഷ്യൻ്റെ തീരുമാനമോ അവൻ്റെ ആഗ്രഹമോ ഇതൊന്നുമല്ല. അടിസ്ഥാനപരമായി അവനെ രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നു ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവകൃപയുടെ പ്രവാഹവുമാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. മറുവശമുണ്ട്. അതിന് കുറച്ച് വാക്യങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കേണ്ട കാര്യവും ബൈബിൾ വായിക്കേണ്ട കാര്യവും സുവിശേഷം കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ
ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒഴിവാക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നതിന്. അടിസ്ഥാനപരമായി പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ രക്ഷയ്ക്ക് കാരണം എന്നത് പൗലോസിൻ്റെ മാനസാന്തരത്തിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. ശരി, അതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, രക്ഷയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ നമുക്ക് ആവശ്യമാണ് എന്നതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ രക്ഷിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മളുടെ എൻകൗണ്ടറാണ്. നമ്മൾ യേശുക്രിസ്തുവുമായി സന്ധിക്കുന്നതാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ്. വി നീഡ് എൻ എൻകൗണ്ടർ. സോറൻ ക്രിക്കഗാർഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ എൻകൗണ്ടർ എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് പ്രസിദ്ധമാക്കിയ ആളാണ്. അദ്ദേഹം എല്ലാം പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ജർമ്മൻകാർ പറയുന്ന എല്ലാം ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യം നല്ലതാണ്. ഹി സെഡ് ദാറ്റ് വി നീഡ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ദൈവത്തോട് സന്ധിക്കണം. ദൈവവുമായുള്ളൊരു കൂട്ടിമുട്ടൽ, അല്ലെങ്കിൽ ഒരു ദൈവവുമായുള്ളൊരു എൻകൗണ്ടർ എന്ന് പറയുന്നത് കൂടാതെ നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല. വ്യക്തിപരമായ നിലയിൽ നിങ്ങൾക്ക് സമൂഹമായിട്ട് രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല കേട്ടോ. ഇൻഡിവിജ്വലി യു നീഡ് എൻ എൻകൗണ്ടർ വിത്ത് ജീസസ്. വ്യക്തിപരമായ യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധം, യേശുക്രിസ്തുവുമായൊരു സന്ധിക്കൽ ഇല്ലാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല. പൗലോസ് സന്ധിച്ചതുപോലെ നമുക്ക് സന്ധിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ശരിയാ. ബട്ട് ഇൻ അവർ പേഴ്സണൽ എക്സ്പീരിയൻസ് വി എൻകൗണ്ടർ ജീസസ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വരുന്നു, നമ്മളുടെ അടുക്കിലേക്ക് കർത്താവ് വരുന്നു. നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് അവരുടെ അടുക്കിലേക്ക് വരുന്ന കർത്താവ്. ആ കർത്താവുമായി സന്ധിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എൻകൗണ്ടറിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ അധികാരപത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചുരുട്ടി ഈ കക്ഷത്തിൽ വെച്ചിരിക്കാന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. അതോ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന പോലെ മുണ്ടിൻ്റെ ചുറുക്കല്ലേ അതിനകത്ത് വെച്ചിരിക്കുക, അതെനിക്കറിയില്ല. ഏതായാലും അധികാരപത്രമൊക്കെ കയ്യിലുണ്ട്. ഇതുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന അവസരത്തിലാണ് അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ മാർഗക്കാരെ പിടിക്കാനായി പോകുന്നു കേട്ടോ. ബട്ട് ഹീസ് ഓൺ ദ റോങ് വേ. ദൈവത്തിനെതിരെ നടക്കുന്നൊരു വഴിയിലാണ് ഇപ്പോഴും പൗലോസ്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ എവിടെയാണ് കാണുന്നതെന്ന് അറിയാമോ? എവിടെയാണ് കാണുന്നത്? ഒരർത്ഥത്തിൽ പറയാന്നെങ്കിൽ അതിനകത്തൊരു രസമുണ്ട്. നേർവീതി എന്ന് പറയുന്ന തെരുവിൽ അദ്ദേഹത്തിൻ്റെ വഴി ശരിപ്പെട്ടു കിട്ടോ. നേർവീതിയിലേക്ക് ഇത് ചെല്ലാൻ പോകുന്നു. പക്ഷെ ഇപ്പോൾ പോകുന്നത് എങ്ങനെയാ? ഹീസ് ഓൺ ദ റോങ് വേ. തെറ്റായിരിക്കുന്ന പാതയിൽ ദൈവത്തിനെതിരെ ആ ഒരു യാത്രയിലാണ് പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഇത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പൗലോസിൻ്റെ പ്രസ്താവനകളും അതുപോലെ തന്നെ പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 22-ലും 26-ലും പറയുന്ന കാര്യമൊക്കെ ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ അറിയാം. ദിസ് വാസ് ആക്ച്വലി ജീസസ് അപ്പിയറിംഗ് ടു ഹിം. കർത്താവായ യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാർക്ക് എങ്ങനെ ശാരീരികമായി പ്രത്യക്ഷപ്പെട്ടുവോ അതേ നിലയിലുള്ളൊരു പ്രത്യക്ഷതയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലയോ? ഒരു അപ്പോസ്തലൻ്റെ യോഗ്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ നേരിട്ട് കാണണം എന്നുള്ളത് അദ്ദേഹത്തിന് യോഗ്യമാണ്. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ തെളിവായിട്ട് എന്താ പറഞ്ഞത്? ആദ്യം പത്രോസിനും പിന്നെ അപ്പോസ്തലന്മാർക്കും യാക്കോബിനും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. അകാലപ്രജ എന്ന് പറഞ്ഞാൽ എന്തുവാ? വൺ ഹു ഈസ് ബോൺ ഔട്ട് ഓഫ് ടൈം. അപ്പോസ്തലന്മാർ ജനിക്കുന്ന സമയത്തല്ല പൗലോസ് ജനിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? അകാലപ്രജ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം. ദ വൺ ഹു ഈസ് ബോൺ ഔട്ട് ഓഫ് ടൈം. 10 മാസം 9 മാസം അല്ലേ കഴിഞ്ഞ് പ്രസവം, അതാണ് അതിന് ശരിയായിട്ടുള്ള ജനനം എന്ന് പറയുന്നത്. അതാ 12 മാസം കഴിഞ്ഞാലോ ഇതൊരു അകാലപ്രജ. ഇദ്ദേഹത്തിൻ്റെ ജനനം സമയത്തും കാലത്തൊന്നും അല്ല, ഇത് ഒരു പ്രത്യേകമായ രീതിയിലുള്ള ജനനമാണ്. ദിസ് ഇസ് ആൻ അപ്പിയറൻസ് ഓഫ് ജീസസ്. കർത്താവായ യേശുക്രിസ്തു തനിക്ക് പ്രത്യക്ഷ. അതുകൊണ്ടാണ് പറഞ്ഞത് തൻ്റെ കൂടെയുള്ള ആളുകൾ ശബ്ദമൊക്കെ കേട്ടു, ഒരു വലിയ വെളിച്ചമൊക്കെ കണ്ടു, പക്ഷേങ്കിൽ ആളിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ പ്രൈവറ്റ്
എൻകൗണ്ടർ ദാറ്റ് ജീസസ് ഹാഡ് വിത്ത് പോൾ. അപ്പോസ്തലനായ പൗലോസിനെ വ്യക്തിപരമായി പൗലോസ് മാത്രമേ യേശുക്രിസ്തുവിനെ കണ്ടുള്ളൂ. എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് അന്ധമായി പോയതിൻ്റെ കാര്യം എന്താ? വെളിച്ചത്തിൻ്റെ ശക്തി കൊണ്ട്. പിന്നെ അദ്ദേഹം 26-ാമത്തെ അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞു, എൻ്റെ രാജാവേ, നട്ടുച്ചയ്ക്ക്, ഈ സംഭവം എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്കാണ്, സൂര്യൻ്റെ വെളിച്ചത്തെ കവിയുന്ന ഒരു വെളിച്ചം എൻ്റെ ചുറ്റും പ്രകാശിച്ചു. എന്നിട്ട് പിന്നീട് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് ഉള്ള ദൈവ തേജസ്സിൻ്റെ പ്രകാശം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വിളിക്കുന്നത്. ദ ഗ്ലോറി ഓഫ് ജീസസ്, ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് തെളിഞ്ഞ പ്രകാശമാണ് നട്ടുച്ചയ്ക്ക് ഉള്ള സൂര്യൻ്റെ വെളിച്ചത്തെ കവിയുന്നൊരു പ്രകാശമായിട്ട് പൗലോസിൻ്റെ കണ്ണുകളിൽ തട്ടിയത്. യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് വന്ന പ്രകാശം. ഈ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ രൂപം നമുക്ക് രണ്ടിടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒന്ന് മറുരൂപമലയിൽ വെച്ചാണ്. മറുരൂപമലയിൽ വെച്ച് പെട്ടെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം പ്രകാശിച്ചതിനെക്കുറിച്ച് നമുക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാവും. പിന്നീട് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 18 വാക്യങ്ങളിൽ യോഹന്നാൻ പറഞ്ഞു, അവൻ്റെ മുഖം കണ്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ പാദപീഠത്തിൽ വീണു എന്ന് പറയുന്നത്. ഹി സോ ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. തേജസ്കരിക്കപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ തേജസ്സാണ് ഇതിന് കാരണമായിട്ടിരിക്കുന്നത്. ഹി ഹാഡ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ആൻഡ് ഹി സോ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ തേജസ് പൗലോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഹി കുഡ്ന്റ് സ്റ്റാൻഡ് ഇറ്റ്. അവൻ്റെ നഗ്നമായ കണ്ണുകൾക്ക് അത് താങ്ങുവാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. ഹി വാസ് ബ്ലൈൻഡഡ് ബൈ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. The glory of God in the face of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് പ്രകാശിച്ച ആ വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതുപോലെയുള്ളതായിരിക്കും ഒരു എൻകൗണ്ടർ നമുക്ക് കിട്ടുകയില്ല കേട്ടോ. അത് അവസാനമായിട്ട് എനിക്ക് പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുമ്പോൾ ദി ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജീസസ് വാസ് ദ ഫൈനൽ അപ്പിയറൻസ് ടു പോൾ. അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ കർത്താവ് ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നൊരു സൂചനയാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മുഖതേജസ് കാണാതെ, യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതെ, യേശുക്രിസ്തുവിൻ്റെ മഹത്വം ദർശിക്കാതെ കർത്താവായ യേശുക്രിസ്തുവുമായ ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ആർക്കും സാധ്യമല്ല. യു നീഡ് ടു നോ ജീസസ്. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ തേജസ്സും മഹത്വവും കാണണം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട ആളുകളാണെന്ന് എനിക്കറിയാം, എങ്കിലും ഹാവ് യു സീൻ ദ ഗ്ലോറി ഓഫ് ജീസസ്? കർത്താവിൻ്റെ മഹത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, കർത്താവിനേക്കാളും ശ്രേഷ്ഠനായ, കർത്താവിനേക്കാളും മഹത്വമുള്ള, കർത്താവിനേക്കാളും ആകർഷണീയനായ, കർത്താവിനേക്കാളും തേജസ്സുള്ള ഒരു വ്യക്തിയും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ മുഖതേജസ്സിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ നമ്മൾ കാണണം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞപ്പോൾ, അത് എഫ് ബ്രൂസാണ് എന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, പൗലോസിന് കർത്താവിനോടുള്ള ഭയങ്കര വിരോധത്തിന് കാരണം, കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, കർത്താവ് പിന്നെ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാണ് പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് വിചാരിച്ചത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാകുന്നത്? ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ, മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ. ഇനിയും നിങ്ങൾ ഒരു വർത്തമാനവനോട് പറയണ്ടെന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ്, കർത്താവ് എന്നുള്ള പറയില്ല, യേശു എങ്ങനെയാണ് മരിച്ചേ? യേശുവിനെ മരത്തിൽ തൂക്കി കൊല്ലുമായിരുന്നു. മരത്തിൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ. ദൈവം ശപിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യൻ കർത്താവാണെന്ന് നിങ്ങൾ പറയുവാനുള്ള നിങ്ങളുടെ അധികാരം എന്താണ് എന്നുള്ളതാണ് പൗലോസിൻ്റെ ചോദ്യം. അതാ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. He said, this seals the point. ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ലാതെ വണ്ണം പ്രശ്നം അല്ലെങ്കിൽ ഈ വാദഗതി അവസാനിച്ചിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ. യേശു എന്ന് പറയുന്നയാൾ ശപിക്കപ്പെട്ടയാളാണ്. കാരണം ദൈവം അവനെ മരത്തേൽ തൂക്കിയാണ് കൊന്നത്. അതിൽ കവിഞ്ഞൊരു ആശയം വേണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് മുസ്ലിങ്ങളും പറയുന്നത് കേട്ടോ. മുസ്ലിങ്ങൾ എന്താ പറയുന്നത്? അവർ പറയും കർത്താവായ യേശുക്രിസ്തു മരിച്ചിട്ടില്ല. അതിന് കാരണം എന്താ? മരത്തെ തൂങ്ങിച്ചാകാനായിട്ട് യേശുക്രിസ്തുവിനെ ദൈവം അനുവദിക്കത്തില്ല.
അതാണ് അവരുടെ പോയിന്റ്. അത് തന്നെയായിരുന്നു പൗലോസിനോട് മുസ്ലിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. പൗലോസാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് അവർ പറയുന്നത്. കാരണം പൗലോസില്ല സുവിശേഷം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നേ. സുവിശേഷം പറയുന്ന ആളുകളെ നമ്മൾ വെറുക്കണ്ടേ? സുവിശേഷത്തിന് നമ്മൾ എതിരാണെങ്കിൽ സുവിശേഷം വ്യക്തമായി പറഞ്ഞ ആളിനെ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ വെറുക്കണം. അതുകൊണ്ടാണ് മുസ്ലിം സ്നേഹിതന്മാർ പൗലോസിനെ വളരെ വെറുക്കുന്നത്. എന്നാൽ പൗലോസ് പറഞ്ഞ ആദ്യത്തെ തന്നെ ആശയമാണ് മുസ്ലിങ്ങൾ പറയുന്നത്. എന്താ ചോദിച്ചാൽ, മരത്തെ തൂക്കി കൊല്ലാനായിട്ട് ദൈവം യേശുവിനെ അനുവദിക്കത്തില്ല. യേശുവിനെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ജാലവിദ്യ നടത്തി. എന്നിട്ട് യൂദാസിനെ പിടിച്ച് കർത്താവിന് പകരമായിട്ട് ക്രൂശിച്ചു. കർത്താവ് രക്ഷപ്പെട്ടു. എന്താ ഇവർ പറയുന്നത്? കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളുടെ സ്നേഹിതി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തുവിന് വേറൊരാളിനെ ഞാൻ ക്രൂശിച്ച്. വേറൊരാൾ പറഞ്ഞു നമ്മുടെ ക്രൂശി ചുമന്ന് വന്നിട്ടുണ്ടല്ലോ ശിമോന്, അദ്ദേഹത്തെ ആ ക്രൂശിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ശിമോനെ ക്രൂശിക്കുന്ന ഉടനെ പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല, ഇവിടെ വായി നാക്കില്ലയോ? അയ്യോ, ഞാൻ യേശു അല്ലേ, എന്നെ ക്രൂശിക്കല്ലേ എന്ന് പറയുന്നു. അത് പറയാൻ പറ്റത്തില്ലേ? ശിമോനെയാ ക്രൂശിച്ചത്. എൻ്റെ പൊന്നെ, എന്തോ ക്രൂശീകരണമായത്. അതുകൊണ്ട് ശൗൽ അങ്ങനെയാ പറഞ്ഞു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യമെല്ലാം മാറി കേട്ടോ. യേശുവിനെ കണ്ടു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. He needed to adjust his whole theology. തൻ്റെ വേദശാസ്ത്രമെല്ലാം പുനഃപരിഷ്കരിക്കുന്നതായിട്ട് വന്നു. അപ്പം അതാണ് നമ്മൾ ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞ സുവിശേഷം. യെശയ്യാപ്രവചനം 53-ാമത്തെ അധ്യായം. പൗലോസ് മാനസാന്തരപ്പെടാനായിട്ട് എന്താ വിശ്വസിച്ചത്? ഞാൻ പറയാം, ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞ കാര്യം തന്നെയാണ് പൗലോസും വിശ്വസിച്ചത്. പൗലോസിന് പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്ക് പ്രവചനം വരെയും കാണാൻ അറിയാവുന്ന ആളാ. കണ്ണ് അന്ധമായി എങ്കിലും ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു പോകും. വെളിച്ചമുണ്ടാകട്ടെ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ളതായിരിക്കുന്ന ദൈവ തേജസ് നമ്മളെ ഹൃദയങ്ങൾ പ്രകാശിക്കുവാനായിട്ട് കൽപ്പിച്ചപ്പോൾ ഈ അന്ധകാരം മാറി യേശു ക്രിസ്തു ആരാണെന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായി. 53-ാമത്തെ അധ്യായം നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെടുന്ന, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അതിന് പരിഹാരമായി തീരുന്ന, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം അപ്പസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രൂശിന്മേൽ തൂങ്ങുന്നവല്ല ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിൻ്റെ ശാപം, അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി നമുക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീർന്നു എന്ന കാര്യം പൗലോസിന് ബോധ്യപ്പെട്ടു. യേശു ക്രിസ്തു ശാപഗ്രസ്തനായി തീർന്നത് തൻ്റെ ഒരു പ്രശ്നവും കൊണ്ടല്ല, പിന്നെയോ നമുക്ക് പകരക്കാരനായി തീരുവാൻ നമ്മളുടെ ശാപം ഏറ്റെടുത്തത് കൊണ്ട്, നമ്മളുടെ പാപത്തിൻ്റെ കുറ്റം താൻ വഹിച്ചതുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ടാണ് അവൻ ശാപമായി തീർന്നത് എന്ന കാര്യം പൗലോസിന് പിടികിട്ടിട്ടോ. The whole Old Testament came to light. പഴയ നിയമം മുഴുവനും പൗലോസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം വീണ്ടും പറയുക, യേശു ക്രിസ്തുവിനെ കൂടാതെ പഴയ നിയമം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. യേശു ക്രിസ്തുവാണ്. യെശയ്യാപ്രവചനം 53-ാമത്തെ അധ്യായം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. തൻ്റെ മരണം നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എന്ന കാര്യം, അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന കാര്യം പൗലോസിന് ബോധ്യമായി കേട്ടോ. അതാണ് പൗലോസിൻ്റെ മാനസാന്തരത്തിന് കാരണം. അപ്പം ഞാൻ വീണ്ടും പറയാം, അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവിടെ പൗലോസിന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമായിരുന്നു. പുള്ളി ചോദിച്ചല്ലോ, നീ ആരാന്ന് ചോദിച്ചു. യേശുവാന്ന് പറഞ്ഞു. എൻ്റെ യേശുവേ, ഞാൻ നിന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉപദ്രവം തുടങ്ങിയപ്പോഴേ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. എനിക്ക് യേശുവിനെ ഉപദ്രവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തായിരിക്കും കർത്താവ് മറുപടി പറയുക? എന്തായിരിക്കും പറയുക? കർത്താവിനോട് അങ്ങനെ ചോദിച്ചില്ല. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പം കർത്താവ് എന്താ? കർത്താവിനോട് ചോദിച്ചാൽ, കർത്താവ് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നു ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ നിന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിന് പറഞ്ഞു, ദ തിയോളജി ഓഫ് പോൾ വാസ് ഫോംഡ് ഓൺ ഹിസ് എൻകൗണ്ടർ വിത്ത് ജീസസ്.
കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ആ സന്ധിക്കലിൽ പൗലോസിൻ്റെ വേദശാസ്ത്രം രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവും തൻ്റെ മക്കളും ഒന്ന് തന്നെയാണ് എന്നുള്ള ആശയം എനിക്ക് പിടികിട്ടി. When I touch a believer in Christ, I touch Jesus എന്നുള്ള കാര്യം പൗലോസ് പിടികിട്ടി. അതൊരു അത്ഭുതകരമായ കാര്യം കേട്ടോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വേദന കർത്താവിൻ്റെ വേദനയാണ് കേട്ടോ. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നിസ്തുല്യത എന്ന് പറയുന്നത്. അതാണ് ജീസസ് ഈസ് ഹർട്ട് when I am hurt. എൻ്റെ വേദന കർത്താവിൻ്റെ വേദനയാണ്. ആ നിലയിലാണ് സ്വർഗത്തിലെ ദൈവം എന്നെ പരിഗണിക്കുന്നത്. അതാണ് ദൈവത്തിന് വചനോട് പറയുന്നത്. അത്ര അത്ഭുതകരമായ കാര്യമാണ്. എൻ്റെ വേദന എൻ്റെ കർത്താവിൻ്റെ വേദനയാണ്. ഹി ഫീൽസ് ഇറ്റ്. കർത്താവിന് ആ വേദന അനുഭവിക്കാനായിട്ട് സാധിക്കും. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ സ്തേഫാനോസിന് നേരെ കല്ലുകൾ എറിഞ്ഞ് അവനങ്ങനെ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ വേദനപ്പെട്ടത് അവൻ്റെ വേദന മാത്രമായിരുന്നില്ല. ദാറ്റ് വാസ് മൈ പെയിൻ ടു. അതെൻ്റെ വേദനയായിരുന്നു. ഐ വാസ് ഡീപ്ലി ഹർട്ട്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് തലയും അവർ ശരീരവും എന്ന പോലെ അവർ തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ട് ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് വെർ ഗോഡ് ഇസ് തിയോളജി. പിന്നീട് എഫേസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഒക്കെ പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, അവൻ തലയും നാം ശരീരവുമാകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയും. കാരണം വെച്ചാൽ പുള്ളി കേട്ടുട്ടോ, when you touch the body it hurts the head. തലയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചുറ്റികയോ വല്ല ഉപയോഗിച്ചപ്പോൾ കയ്യേല അടിച്ചത് കേട്ടോ, ഉടനെ എവിടാ വേദന? ഇവിടെ ഉള്ള വേദന മനസ്സിലായി. തലച്ചോറിന് തലയ്ക്കാ വേദന. അപ്പോൾ തലയോട് ചോദിക്കാനുള്ളൂ, നിനക്ക് എന്നാ എത്ര പ്രയാസം? വിരളിലില്ലു അടിച്ചത്, വിരളിലില്ലു വേദന? അല്ലെന്നേ, ഈ തലയും ഈ കൈയും തമ്മിലുള്ള ബന്ധം അതുപോലെ അഭേദ്യമാണ്. കൈയുടെ വേദന തലയുടെ വേദനയാണ്, ശരീരത്തിൻ്റെ വേദന തലയുടെ വേദനയാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വേദന, നമ്മളുടെ വേദന കർത്താവിൻ്റെ വേദനയായിട്ടാണ് കർത്താവ് കണക്കാക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം വിശ്വാസികളെ ആക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ വേദന കർത്താവിൻ്റെ വേദനയാണ്. പൗലോസിനത് മനസ്സിലായി കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ മനസ്സിലാക്കുവാൻ, കർത്താവുമായി സന്ധിച്ച ആ അനുഭവം കൂടാതെ ഒരാൾക്ക് വിശ്വാസിയായി തീരാനായിട്ട് സാധിക്കില്ല. ഹി മെറ്റ് ജീസസ്. കർത്താവിനെ കണ്ടു. അപ്പോൾ ഞാനത് നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൗലോസ് കണ്ടവരെ കണ്ടിട്ടുണ്ടോ എന്നല്ല, ഹൃദയത്തിൻ്റെ കണ്ണുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം, തൻ്റെ മരണം, പുനരുത്ഥാനം, അതെൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്നുള്ളതായ ആ ബോധ്യം, ആ നിലയിൽ കർത്താവിനെ പരിചയപ്പെടുക എന്ന് പറയുന്നത് രക്ഷയ്ക്ക് അടിസ്ഥാനപരമായ കാര്യമാണ്. ഞാൻ പൗലോസിനെയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന കർത്താവ് എന്നെ എത്രയധികം പ്രാധാന്യമുള്ള ആളായിട്ട് കണക്കാക്കുന്നു. ഇനി ലോകത്തുള്ള മനുഷ്യർ എന്നെ എന്ത് പൗലോസ് പറയട്ടോ, ഇനി ഐ ഡോണ്ട് കെയർ, ഐ റിയലി ഡോണ്ട് കെയർ. മനുഷ്യരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് ഐ നോ ജീസസ്. ഞാനിപ്പോൾ ജീവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ കർത്താവിനുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ ഞാൻ മരിച്ചു, ഞാൻ ജീവിക്കുന്നില്ല. ഇറ്റ് ഈസ് ജീസസ് ഹു ലിവ്സ് ഇൻ മീ. മൂന്നാമത് ഒരു കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സത്യസന്ധമായിരിക്കുന്ന മാനസാന്തരം ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന മാനസാന്തരമാണ്. അതാണ് ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ സത്യസന്ധമായി രക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ ജീവിതത്തിൽ അവൻ കർത്താവിന് അവൻ്റെ കർത്തൃത്വം കൈമാറ്റം ചെയ്യുന്നു എന്നതാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. എ ട്രൂ റിപ്പൻറ്റൻസ് ആൻഡ് എ ട്രൂ കൺവേർഷൻ and a true salvation is always resulting in transformed life. ജീവിത രൂപാന്തരമായി പരിണമിക്കാത്ത വിശ്വാസവും രക്ഷയും സത്യസന്ധമായിരിക്കുന്ന രക്ഷയല്ല. നിങ്ങളുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ വിശ്വസിച്ച ആളല്ല. പൗലോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആദ്യ പ്രസ്താവന വേണ്ടി പറയുക, അറസ്റ്റ് ചെയ്യാൻ വന്ന ആളാകെ കേട്ടോ. ഇപ്പം എങ്ങനെയാണ് അറസ്റ്റിങ്? അറസ്റ്റ് ചെയ്തേച്ച് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ്
നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ 2 ചോദ്യം പൗലോസ് ചോദിച്ചു കേട്ടോ. അത് വിശ്വാസികൾ ചോദിക്കേണ്ട ചോദ്യമാണ്. നീ ആരാകുന്നു കർത്താവേ, അല്ലെങ്കിൽ നോയിങ് ക്രൈസ്റ്റ്, കർത്താവിനെ അറിയുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തത്, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ചു. വാട്ട് ഷാൽ ഐ ഡു? നോയിങ് ക്രൈസ്റ്റ് ആൻഡ് ഫുൾഫില്ലിങ് ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം എന്താണോ പറയുന്നത് അനുസരിക്കാനുള്ള മനസ്സ്, ഇത് രണ്ടും ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോയിങ് ക്രൈസ്റ്റ് ആൻഡ് നോയിങ് വാട്ട് ഐ ഷുഡ് ഡു ഫോർ ക്രൈസ്റ്റ്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പം ഞാൻ ഇന്ന് രാവിലെ ഭാര്യയോട് പറഞ്ഞു, ദർ ഈസ് എ റാഡിക്കൽ കമ്മിറ്റ്മെൻറ്റ് ടു ക്രൈസ്റ്റ് ആസ് ദ റിസൾട്ട് ഓഫ് കൺവേർഷൻ. കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഒരു റാഡിക്കൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സത്യസന്ധമായ രക്ഷയുടെ അടുത്ത അതിൻ്റെ അനന്തര ഫലമാണ്. ഞാനും നിങ്ങളും ഒരുപോലെ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? എനിക്കുണ്ടോ? ഈസ് ദർ എ കമ്മിറ്റ്മെൻറ്റ് ടു ക്രൈസ്റ്റ്? ഇനിയും ഓർഡർ വരുന്ന എവിടുന്നാണെന്നറിയാമോ? ഇദ്ദേഹം ഈ കക്ഷത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, മഹാപുരോഹിതൻ്റെ അധികാരപത്രമൊക്കെ കക്ഷത്തി ഇരിപ്പുണ്ട്, അതൊക്കെ പോയി കേട്ടോ. ദേ ആർ ഓൾ ഓൾഡ് സ്റ്റോറീസ്. ഇനി എവിടുന്നാണ് വരേണ്ടത് നിർദ്ദേശങ്ങൾ? കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ദ പ്ലേറ്റ് ഈസ് ടേൺഡ്. ഇതെല്ലാം വ്യത്യാസപ്പെട്ടു കേട്ടോ. ഇനിയും ആളുകളെ പിടിക്കുകയും പരിപാടികളും അറസ്റ്റിങ്ങും ഒക്കെ വിചാരിച്ച് വന്ന ആളാണെങ്കിലും ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കർത്താവ് പറയണം. അതാണ് പൗലോസിന് ലഭിച്ചതായിരിക്കുന്ന നിർദ്ദേശം. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവിടെ അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. അപ്പോൾ കർത്താവിനെ ഈ പൗലോസ് കണ്ടു, പക്ഷേ കൂടെയുള്ള ആളുകൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ശൗൽ നിലത്തു നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറ് ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. ഇവരെ ബന്ധിച്ച് യെരുശലേമിൽ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ച് വന്നയാളാണ്. എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്? ആളുകളിങ്ങനെ കൈക്ക് പിടിച്ച് കണ്ണും കാണാൻ വയ്യോ അത് ഇദ്ദേഹത്തെ നേർവീതി എന്ന് പറയുന്ന തെരുവിലേക്ക്, യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ, യൂദ എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സ്തുതി സ്തുതി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നേർവീതി എന്ന് പറയുന്ന തെരുവിൽ മാനസാന്തരം, സത്യസന്ധമായിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. വഴിവിട്ടുട്ടോ നടന്നു വന്നതായിരിക്കുന്ന പാതയിൽ ഇനി ഒരിക്കലും ഇദ്ദേഹം നടക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹം വ്യത്യാസപ്പെടും. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് വ്യത്യാസം വരുത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പൗലോസാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അപ്പോസ്തലനായ പൗലോസാണ്. നിഷ്ഠൂരനും കണ്ണിൽ ചോരയില്ലാത്ത ഒരു മനുഷ്യൻ. 1 കൊരിന്ത്യർ 13 എഴുതിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, അന്യായം പ്രവർത്തിക്കുന്നില്ല. പൗലോസിനേക്കാളും രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യൻ ലോകത്തിലില്ല. ഹി ഈസ് ദ നമ്പർ 1 ക്രിസ്ത്യൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് വ്യതിയാനം വരുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് എനിക്ക് പൗലോസിനെ ഇച്ചിരി അടുത്ത് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഇച്ചിരി പ്രായം കഴിഞ്ഞു പോയി എന്നുള്ളത് എനിക്കറിയാം, ഇനി എത്ര സമയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ വാണ്ട് ടു നോ പോൾ ഓൾസോ. ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് പ്രൈമർലി, ബട്ട് ഐ തിങ്ക് knowing Paul might be a good way of knowing Christ. പൗലോസിനെ പരിചയപ്പെട്ടാൽ കർത്താവിനെ പരിചയപ്പെടാനായിട്ട് വളരെ എളുപ്പമാണ്. കാര്യം കർത്താവിനെ വളരെ അടുത്ത് പരിചയപ്പെടുകയും കർത്താവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യുന്ന ഉത്കൃഷ്ടമായ ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. നോയിങ് ക്രൈസ്റ്റ്, ദ വേ ടു നോ ക്രൈസ്റ്റ് ഈസ് നോയിങ് പോൾ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കാതെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാൻ ഈ പ്രസ്താവന പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസിനെ അവഗണിക്കുകയും പൗലോസിനെ നിസ്സാരമാക്കുകയും ചെയ്യുന്ന ആളുകൾ ബൈബിളിനെയോ
ക്രിസ്തീയ ചരിത്രത്തെയോ മനസ്സിലാക്കാത്ത ആളുകളാണ്. ഇഫ് യു നോ ദ ബൈബിൾ ആൻഡ് വി നോ ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ച്, യു കനോട്ട് ഇഗ്നോർ ഓർ ടോക്ക് ലെസ് അബൌട്ട് അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്തലനായ പൗലോസിനെ ചെറുതാക്കി പറയുന്ന, അപ്പോസ്തലനായ പൗലോസിനെ അവഗണിക്കുന്ന ആളുകൾ ബൈബിളോ ക്രിസ്തീയ ചരിത്രമോ മനസ്സിലാക്കാത്ത ആളുകളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവം ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ കരുത്തുള്ള വ്യക്തിയാണ്. സുവിശേഷം ആരെയും രക്ഷിക്കുവാൻ പര്യാപ്തമാണ്. രക്ഷയ്ക്കായിട്ട് കർത്താവുമായുള്ള വ്യക്തിപരമായ ഒരു സന്ധിക്കൽ നമുക്ക് അനിവാര്യമാണ്. സത്യസന്ധമായി രക്ഷിക്കപ്പെട്ട ആളുകളുടെ ജീവിതങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ സുവിശേഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, യേശു ക്രിസ്തുവിനെ കാണുവാൻ, ഹൃദയത്തിന് കണ്ണുകൾ കൊണ്ട് കാണുവാൻ, കർത്താവുമായി സന്ധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അത്ഭുതകരമായ പദവിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പൗലോസിനെ പോലെ ഒരു റാഡിക്കൽ കമ്മിറ്റ്മെൻറ്റ് ക്രൈസ്റ്റ് ഞങ്ങൾക്ക് തരണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.